റീസെന്റ് ഞാൻ കണ്ട ഒരു ഫീൽ ഗുഡ് തമിഴ് മൂവിയാണ് കുടുംബസ്ഥൻ. ഈ ഒരു മൂവിയുടെ ലീഡ് റോൾ ചെയ്തിരിക്കുന്ന മണികണ്ഠനാണ്. പുള്ളിക്കാരന്റെ ഒരു സ്റ്റോറി സെലക്ഷൻ ഉണ്ട്, അത് എടുത്തു പറയണം കേട്ടോ. റീസെന്റ് വന്ന ഗുഡ് നൈറ്റ് ആയാലും ലവർ ആയാലും ഇപ്പോൾ കുടുംബസ്ഥൻ, ഇങ്ങനത്തെ ഒരു സ്റ്റോറി ആയാലും ശരി, എങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയാലും പുള്ളിക്കാരൻ അത് അടിപൊളി തന്നെ ചെയ്യും. ഈ സിനിമയിൽ അതുപോലെ തന്നെയാണ്. ഈ ഒരു മൂവിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ഒരു ക്യാരക്ടറും ആ ഒരു പെർഫോമൻസ് തന്നെയാണ്. അത്ര അടിപൊളിയാണ് പുള്ളിക്കാരൻ ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ അടുത്ത് ഒരുപാട് ഇതുപോലത്തെ ഒരു മൂവി കണ്ടിട്ട്, കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ സീക്വൻസ് നമുക്ക് ഇങ്ങനെ ഭയങ്കര രീതിയിലുള്ള ഒരു ഫീലും അല്ലെങ്കിൽ ഭയങ്കര രീതിയിലുള്ള ഡെപ്തും തരുന്ന ഒരു മൂവിയാണ്. ആൻഡ് ഈ ഒരു മൂവി സംസാരിക്കുന്ന സ്റ്റോറി എന്ന് പറയുന്ന ടൈറ്റിൽ പോലെ തന്നെയാണ് ഒരു കുടുംബസ്ഥന്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ് സംസാരിക്കുന്നത്. തന്റെ ലൈഫ് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് പെടാപാടുപെടുന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന്റെ സ്റ്റോറിയാണ്. അത് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമയിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യവും ഇതിന്റെ ഒരു പ്രസന്റേഷൻ തന്നെയാണ്. സ്റ്റോറി നമുക്ക് വേണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഒരു കുടുംബസ്ഥന്റെ അയാളുടെ ലൈഫിൽ അയാൾ കടന്നു പോകുന്ന ഓരോ ഇവന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ഓരോ ഇവന്റ്സിന്റെയും ഒരു ഡെപ്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഓരോ ഇവന്റ്സും എടുത്തു കാണിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് വളരെ കിഡിലോ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മണികണ്ഠന്റെ ക്യാരക്ടർ, പുള്ളിക്കാരൻ്റെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ലൈഫിൽ വരുന്ന ഒരുപാട് ഇവന്റ്സ്, ആ ഒരു ഇവന്റ്സിനെ കണക്ട് ചെയ്ത് പിന്നീട് നടക്കുന്ന ഒരു അപ്പ് ആൻഡ് ഡൗൺസ്, അതൊക്കെ വളരെ നൈസ് ആയിട്ടാണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ലൈഫിൽ ഇതുപോലെ സിറ്റുവേഷൻസും ക്യാരക്ടേഴ്സും ഇവന്റ്സ് ഒക്കെ ഒരുപാട് ഫേസ് ചെയ്ത ആൾക്കാരായിരിക്കാം. അതൊക്കെ ഈ ഒരു ക്യാരക്ടറിലൂടെ വളരെ നൈസ് ആയിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതം ഉണ്ടല്ലോ, അതായത് രണ്ടറ്റവും കൂട്ടിമുട്ടിയാനായിട്ട് പാടുപെടുന്ന ലൈഫിൽ എല്ലാ റെസ്പോൺസിബിലിറ്റി എടുത്ത് തോളിൽ വെച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു മനുഷ്യന്റെ ജീവിതം വളരെ നൈസ് ആയിട്ടാണ് സിനിമയിൽ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ മൂവിയുടെ മെയിൻ ഹൈലൈറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, സ്റ്റോറി ടെല്ലിംഗ് പ്രസന്റേഷൻ തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ ഹൈലൈറ്റ് എടുത്ത് പറയേണ്ട കാര്യമാണ് ഈ ഒരു മൂവിയിലെ ക്യാരക്ടർ പ്രസന്റേഷൻ. മണികണ്ഠനായാലും ശരി, മണികണ്ഠൻ ഫാമിലിയിൽ വരുന്ന വൈഫ്, ചേച്ചി, അച്ഛൻ, അമ്മ, പിന്നെ അളിയൻ, പിന്നെ തന്റെ ഫ്രണ്ട്സ്, ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട് സിനിമയിൽ. അവരുടെയൊക്കെ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ആ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയാണ്. ചുമ്മാ ഒരു 2 മിനിറ്റ് വന്നു പോകുന്ന, അല്ലെങ്കിൽ ചുമ്മാ ഓക്കെ ഇതൊരു ഫാമിലി മെമ്പറാണ് അല്ലെങ്കിൽ ഇതൊരു ഫ്രണ്ടാണ്, അങ്ങനത്തെ രീതിയിലല്ലാതെ ആ ഓരോ ക്യാരക്ടേഴ്സിനും ഭയങ്കര ഡെപ്ത് കൊടുത്ത, ഓരോ ക്യാരക്ടേഴ്സും നല്ല ഇമോഷണലി കണക്ട് ആവുന്ന രീതിയിലാണ് ഈ ഒരു എൻ്റയർ മൂവിയിൽ കൊണ്ടുവരിക്കുന്ന ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ്. ഈ സിനിമയിൽ വന്നു പോകുന്ന ഓരോ ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് ഭയങ്കര രീതിയിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. അല്ലെങ്കിൽ മണികണ്ഠന്റെ ലൈഫിൽ കൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഫേസ് ചെയ്യുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മുടെ ലൈഫിൽ പല രീതിക്കും പല ഏരിയാസിലും പല ഡയറക്ഷനിലും മീറ്റ് ചെയ്ത ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസും ഇവന്റ്സും ഒക്കെ സംസാരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവിയാണ് കുടുംബസ്ഥൻ. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. നല്ലൊരു മൂവിയാണ്, ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമഡി ഡ്രാമയാണ് മൂവി. ഒരു ഫാമിലി സബ്ജക്റ്റാണ് സിനിമ സംസാരിക്കുന്നത്, പക്ഷെ അവർ സംസാരിക്കുന്ന കോൺസെപ്റ്റും സ്റ്റോറി ടെല്ലിങ്ങും ക്യാരക്ടേഴ്സും എല്ലാം കൂടി ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് തരുന്ന മൂവിയാണ്. സോ ഒരിക്കലും മിസ് ചെയ്യരുത്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.